നമ്മ വിഷു ആയില്ലേ, അത് ഞാൻ ഇതുവരെ മാങ്ങ അച്ചാറാക്കിയിട്ടില്ല കേട്ടോ. വിഷുവിനാക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് വന്നത്. നമ്മളെ വളപ്പിലത്തെ മാങ്ങ തന്നെ കേട്ടോ. അതെ, നമ്മളെ വാതൊക്കെ വലിയ മരമാണ് കേട്ടോ മാങ്ങയില്ലത്. അത് പറിച്ചിട്ട് താഴെ എത്തുമ്പോഴേക്ക് പൊട്ടിയിട്ട് പോകുന്നു. അതുകൊണ്ട് അത് അച്ചാറിടാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഇടാൻ എനിക്ക് കൈ കൊണ്ട് പറിക്കാൻ തന്നെ കിട്ടുന്നൊരു മാവ് ഉണ്ടായിന്. അതുകൊണ്ട് ഞാനിന്ന് പറിക്കാൻ വേണ്ടിയിട്ട് വന്നത്. നമ്മ ഇന്നലെ പറിച്ചിട്ട് കൊണ്ടുവന്ന മാങ്ങ ഇന്നലെ എനിക്ക് മുറിക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ, വൈകുന്നേരം ആകുമ്പോഴേക്ക്. അപ്പം ഞാനിത് ചൂളി കളഞ്ഞിട്ടാണ് ചെറിയതായിട്ട് മുറിച്ചിട്ട് അച്ചാറാക്കുന്നത് കേട്ടോ. അത് ഞാൻ ചൂളി എത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മുറിക്കുന്നത് ചെറിയതായിട്ട് മുറിച്ചിട്ട് കാണിക്കാം. ഞാൻ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവയും കടുകും കൂടി ഞാൻ പൊടിച്ചെടുത്തതാണ്. കാശ്മീരി മുളകാണ് കേട്ടത്. പിന്നെ കുറച്ച് കറിവേപ്പില. നമ്മളെപ്പോഴും എരിവില്ലത് കൂടുതൽ ഇതാക്കലില്ല, അതുകൊണ്ട് കാശ്മീരി മുളകാണ് എടുത്തത്. പിന്നെ ഉലുവയും കടുകും കൂടിയിട്ട് പൊടിച്ച് വെച്ചത്. പിന്നെ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നില്ലത്. പിന്നെ ഞാൻ പറഞ്ഞാൽ അത് കുറച്ച് ഇപ്പോൾ ആക്കുന്നതേ ഇല്ല കേട്ടോ. വിഷുവിനായിട്ട് കുറച്ച് അച്ചാർ ഇപ്പോൾ മാത്രം ആക്കുന്നത്. പിന്നെ കൂടുതലാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളന്ന് തേങ്ങ ഒലിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിന് വെളിച്ചെണ്ണ. അതുകൊണ്ട് ഞാൻ അതിലാണ് ആക്കിയത്. പിന്നെ കൂടുതൽ നമ്മൾ ആക്കുന്ന സമയത്ത് എള്ളെണ്ണ ഉപയോഗിക്കലുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ചാൽ കൂടുതൽ അങ്ങനെ വെക്കാം, മോശമാവില്ല. ഞാനിപ്പോൾ കുറച്ചാക്കുന്നത് കൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട് ഞാൻ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയെല്ലാം കുറച്ച് മുരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് ഇതിൽ പൊടി ചേർക്കാൻ പറ്റും. പൊടി ചേർക്കുമ്പോൾ നമ്മൾ തീ കൂടുതൽ വെക്കാൻ പാടില്ല, സ്ലോയിലാവണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിൽ. ഉലുവ പൊടി, കുറച്ച് കടുക് പൊടിച്ചതും ഉലുവയും കൂടി രണ്ടും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. കായം പൊടിയാണ് കേട്ടോ, നമ്മൾ പൊടിച്ചതല്ല, കായപ്പൊടി. നമ്മൾ നേരത്തെ ഇതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചിട്ട് തണിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിളപ്പിച്ച വെള്ളം ചേർത്താൽ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തിളപ്പിച്ചിട്ട് ആറിയ വെള്ളമാണ്, ചൂട് തണിഞ്ഞിട്ടുണ്ടായിരുന്നു.